ബഹുമാന്യ സദസ്സിന് ഹൃദയപൂർവ്വം സ്വാഗതം. നമസ്കാരം. KLD രാമകൃഷ്ണൻ സാറിൻ്റെ 80ാം പിറന്നാളിൻ്റെ സദ്യ ഊണ് കഴിഞ്ഞ് അല്പസമയം ഒരു വെടിവെട്ടം. സാധാരണ പിറന്നാളുകളൊക്കെ കഴിഞ്ഞാൽ പിറന്നാളായാലും ഒത്തുചേരലായാലും സുഹൃത്സംഗമമായാലും സ്നേഹസംഗമമായാലും വെറുതെ ഇരിക്കുമ്പോഴായാലും ഊണ് കഴിഞ്ഞാൽ ഒരല്പം നർമ്മം പറയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഉറക്കത്തിന് നല്ലതാണ്, ഉറക്കം വരാതിരിക്കാൻ. അപ്പോൾ രാമകൃഷ്ണൻ സാറിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിവർത്തന സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു സമ്മേളനം കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ രാമകൃഷ്ണൻ സാറിൻ്റെ ശിഷ്യ സുഹൃത്ത് സംഗമം, അത് കഴിഞ്ഞ് പൊതുസമ്മേളനം. അതിനിടയ്ക്കാണ് ഒരല്പം നർമ്മത്തിന് എനിക്ക് വേദി കിട്ടിയത്. സന്തോഷം. ഞാനൊരു ഏകാഹാര്യ പ്രകടനക്കാരനാണ്. വേറെ യാതൊരു ജീവിത മാർഗവും ഇല്ലാതായപ്പോഴാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. ഞാനൊരു ഭയങ്കര നടനാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാളാണ്. നാടകമൊക്കെ കളിച്ച് നാടകത്തിലൂടെ വിശ്വം കീഴടക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ച് എവിടെയും വെച്ച് അത് മുറിഞ്ഞു പോയപ്പോൾ നിലച്ചപ്പോൾ വാര്യത്തുനിന്ന് ഇറങ്ങും ചെയ്തു, ഭാര്യ വീട്ടിലോട്ട് എത്തിയില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എന്നാ പിന്നെ നോക്കല്ലേ എന്ന രീതിയിൽ തുടങ്ങി വെച്ചതാണ്. നേരിട്ടെടുത്ത് ചാടിയതാണ്. വളരെ അങ്ങനെ ചാടിയ ചാട്ടമാണ് 25 കൊല്ലമായി. ഇപ്പോൾ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെല്ലുന്നു, എൻ്റെ മുമ്പിൽ ഒരു മൈക്രോഫോൺ വെക്കുന്നു, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു. അതാണ് ഈ പരിപാടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞു എത്രയും കുറച്ച് സമയമാണ് അത്രയും നന്നാവുക. അപ്പം എന്നോട് പറഞ്ഞു ഒരു 20-25 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂർക്കാർ എങ്ങനെയാണ് പറയുക, 20-25 മിനിറ്റ്. അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. എനിക്ക് എല്ലായ്പ്പോഴും തുടങ്ങുമ്പോൾ എൻ്റെ ശ്രുതി ഒന്ന് ശുദ്ധമാക്കണം. അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ കേട്ട ഒരു കവിതയിൽ നിന്ന്, ശാരദ നീല രജനി തന്നെത്തിയിൽ ആരെ ചന്ദന പൊട്ടണിഞ്ഞു, കാറുളി വിഷുമാവാർമുടിക്കെട്ടില താരകപ്പൂവുകളാരണിഞ്ഞു, ചേലഞ്ചി മിന്നോമി രാവിന്റെ മേനിയിൽ ആരെ ചന്ദന പൊട്ടണിഞ്ഞു, കാനന ചാർത്തിയിലെ തൂമുല്ലപ്പൂവേലി തൂമന്ദഹാസമിന്നാർ ചൊരിഞ്ഞു, ആരെ ഈ കാറ്റിന്റെ പിഞ്ചീളം ചുണ്ടിലി മർമര മന്ത്ര മുരളി വെച്ചു, ആദിയുമന്തവുമില്ലാത്തൊരാരമ്യ ചൈതന്യ പൂർണ്ണകരങ്ങളല്ലേ, പൊന്നൂഷ കന്യകൻ തൂമഞ്ഞുമേനിയും പൊന്നൊളി വാർമഴവില്ലുമെല്ലാം മായ്ച്ചും വരച്ചൂമി ലോകം രചിക്കുന്ന ലോകൈക ശില്പിക്കുകൈ തൊഴുന്നേൻ, മായ്ച്ചും വരച്ചൂമി ലോകം രചിക്കുന്ന ലോകൈക ശില്പിക്കുകൈ തൊഴുന്നേൻ, ലോകൈക ശില്പിക്കുകൈ തൊഴുന്നേൻ. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. അടുത്ത കാലത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി തുടങ്ങിയ കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുത്തൻ എന്നെ ഇടിച്ച് പപ്പടാക്കി. പരീക്ഷയ്ക്ക് കാണിച്ചു കൊടുത്തില്ല. അന്നൊക്കെ പറയാം ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, കണക്കുണ്ട്, സയൻസ് ഉണ്ട്, എല്ലാവരും ജയിക്കണ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സാമൂഹ്യ പാഠം. അതിലാരും തോൽക്കാറില്ല. അപ്പൊ ഈ പരീക്ഷ ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, കാണിച്ചടാ. ഞാൻ കാണിച്ചു കൊടുത്തില്ല. ഞാൻ ഇങ്ങനെ എഴുതി. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് അവസാനത്തെ ദിവസം പരീക്ഷ കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ പോലെ നമ്മളെ കൊണ്ടുപോകും വണ്ടികളൊന്നുമില്ല. നമ്മളിങ്ങനെ വൈകുന്നേരം 7-7 കഴിയുമ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ വീട്ടില്. 7 മണിയൊക്കെ കഴിയുമ്പോഴേ അന്വേഷിക്കുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ സ്കൂളിന്റെ അകത്ത് ഉള്ള മാവിൽ കയറി, മണലിൽ ചാടി, ചുമരിൽ അങ്ങനെയൊക്കെ കളിച്ചൊറ്റയ്ക്ക കളി. അപ്പൊ എൻ്റെ ശത്രു അവിടെ പതുങ്ങി നിൽക്കുക. എന്നെ
ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ചെത്തിത്തേക്കാത്തൊരു ചുമരിന്റെ സൈഡിൽ ഒരു വില്ലനെ പോലെ എൻ്റെ ശത്രു നോക്കുന്നു. അപ്പൊ ഞാൻ മരത്തിന്റെ മുകളിലായിരുന്നു. ഞാൻ മരത്തിൽ കയറി ഇവന്റെ മരത്തിൽ നിന്ന് ഓടിച്ചു താഴ്ത്തിട്ട് മണലിൽ എന്നെ തള്ളിയിട്ടിട്ട് കല്ലൊക്കെ എടുത്ത് നെഞ്ചത്തൊക്കെ കുത്തി എന്നെ വേദനിപ്പിച്ച് അവശനാക്കി കളഞ്ഞു. ഞാൻ ചെറിയ കുട്ടിയാ. തിരിച്ചു തല്ലാനും ഞാൻ പോയില്ല. തിരിച്ചു തല്ലാൻ പോയ ഇപ്പോഴും കുറെ എണ്ണത്തിന് കൊടുക്കാണ്ട്. അത് കാരണം അത് വേണ്ട അഞ്ചു. അന്നേ ഞാൻ തിരിച്ചു തല്ലാറില്ല കേട്ടോ, ആരെയും തല്ലാറില്ല. അവന്റെ വിവരക്കേട്. അങ്ങനെ ഇവന്റെ തല്ലും കൊണ്ട് എന്റെ ചോറും പാത്രവും പുസ്തകം ഇട്ടുമായിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോ, വീട്ടിലേക്ക് വരുമ്പോ നല്ല വേദനയുണ്ട്. ഒരു പാട്ട് ഞാൻ കേട്ടത് പാട്ടാണ്. റേഡിയോയിൽ നിന്നൊരു പാട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. ആ പാട്ട് എൻ്റെ വേദന മാറ്റി. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാട്ടിന് വേദന മാറ്റാൻ കഴിയുമോ? കഴിയും. നൃത്തത്തിന് വേദന മാറ്റാൻ കഴിയും. കഥകളിക്ക് കയമായിട്ട് കഴിയും. സിനിമയ്ക്ക്, നല്ല സിനിമയ്ക്ക് കഴിയും. നാടകങ്ങൾക്ക് കഴിയും. നല്ല സാഹിത്യകൃതികൾക്ക് കഴിയും. പേടി മാറ്റാൻ ഡ്രാക്കുളയ്ക്ക് കഴിയും എന്ന് പഠിപ്പിച്ചെന്നുള്ളതാണ് രാമകൃഷ്ണ മാഷ്. കവിതകൾക്ക് കഴിയും, ഒക്കെ കഴിയും. അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോ ഒരു പാട്ട് കേട്ടു. ആ പാട്ട്, അന്നൊക്കെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു 8 വരിയൊക്കെ ബൈഹാട്ടാവും. കേട്ട് വീണ്ടും ചരണം മറ്റേ പല്ലവി പാടി വീണ്ടും പാടി. ഞാൻ ഈ പാട്ട് കേട്ടതോടുകൂടി വളരെ സന്തുഷ്ടനായി. ആ പാട്ടെന്റെ വേദന പറ്റി. പാട്ട് ഇങ്ങനെയായിരുന്നു: ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിര മനോഹര ചന്ദ്രികെ, നിന്റെ കനക വിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിര മനോഹര ചന്ദ്രികെ, നിന്റെ കനക വിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ, ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ, നീരാട്ടി വിളങ്ങുമ്പോ നൂറുനൂറോളങ്ങൾ നിന്നെ പുണരുമ്പോ കോരിത്തരിക്കും എന്റെ മലയാളത്തിന്റെ കുളിരി ഞാൻ അണിഞ്ഞോട്ടെ. നീരാട്ടി നിറങ്ങുമ്പോ നൂറുനൂറോളങ്ങൾ നിന്നെ പുണരുമ്പോ കോരിത്തരിക്കും എന്റെ മലയാളത്തിന്റെ കുളിരി ഞാൻ അണിഞ്ഞോട്ടെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിര മനോഹര ചന്ദ്രികെ, നിന്റെ കനക വിമാനത്തിൽ. പണ്ട് ഇങ്ങനെ പാട്ട് അവസാനിക്കുക. പാട്ട് തുടങ്ങിയപ്പോഴേക്കും പോവാ. അത് പാട്ട് ഇങ്ങനെയാണ്, പണ്ട് ഇങ്ങനെ പാട്ട് അവസാനിക്കുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഈ 3-3.5 മിനിറ്റിന് വേണ്ടി പാട്ടിങ്ങനെ കട്ട് ചെയ്യുന്ന കാരണമാണ് ആ പാട്ട് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടായത്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സ്കൂൾ അവധി തുടങ്ങുക. ഞാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് ചോദിച്ചു, എന്താണ് ഈ ശ്രീനഗരം, എന്താണ് ചിത്രവനം, എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണ് ശിശിര മനോഹര ചന്ദ്രിക, ആരാണ് ചങ്ങമ്പുഴ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, മോനെ വായനശാലയിലേക്ക് പോവൂ, അതിനൊരു വഴിയുള്ളൂ പറഞ്ഞു, പുസ്തകം വായിക്കുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ കലാപരിപാടി ആരംഭിക്കുന്നത്. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള സിനിമാ തിയേറ്ററിൽ ഒരു ദിവസം പഴയ കാലത്തെ സിനിമ വന്നപ്പോൾ ആ സിനിമയിലെ നായകൻ ഈ പാട്ട് പാടുന്നു, ഷൂ ഒക്കെ പോളിഷ് ചെയ്ത്. അപ്പൊ സ്ക്രീനിൽ ഞാനിങ്ങനെ കണ്ടു. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം ടി ജയേന്ദ്രൻ. ഇതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലായത്. ആ വിഷ്വൽ കൂടെ കണ്ടപ്പോഴാണ് നായകനായ സത്യൻ സാറിന്റെ കഥാപാത്രം നാട്ടിലേക്ക് വരാൻ വേണ്ടി ഷൂ പോളിഷ് ചെയ്യാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ശ്രീനഗരം എന്ന് പറഞ്ഞാൽ അങ്ങ് ഇന്ത്യയുടെ ഉദ്യാനം. അവിടുത്തെ ശിശിരകാല നിലാവിനോട് എൻ്റെ പ്രിയപ്പെട്ട നിലാവെ, ചങ്ങമ്പുഴയുടെ കവിതകൾ പാടുന്ന ആ ശൃംഗാര പുഴക്കടവിലേക്ക് എന്നെ നീ വേഗം കൊണ്ട് എത്തിക്കാമോ എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് എൻ്റെ പരിപാടി ആരംഭിച്ച് ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തി. ഇതാണ് മൊത്തം കലാപരിപാടി. അങ്ങനെ ഞാൻ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് കുറെ കഴിഞ്ഞപ്പോൾ നാടകം കളിക്കാൻ തുടങ്ങിയതും ഓട്ടം തുള്ളലും ഒക്കെ തുടങ്ങി അങ്ങോട്ട് ആരംഭിച്ചു എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ തുടങ്ങിയാലും അവസാനം ഈ പരിപാടി അവതരിപ്പിക്കാനാണ് വിധി ഉണ്ടായത്. ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്ന മലയാളമല്ല കോട്ടക്കൽ പറയുന്ന മലയാളം. ആ മലയാളമായിട്ട് യാതൊരു ബന്ധമില്ല തിരുവനന്തപുരത്ത്. ഇതൊന്നുമല്ല പത്തനംതിട്ടയിൽ. എന്നാ കാസർഗോഡ് പോയാലോ ഒരു പിടിയും കിട്ടില്ല. അപ്പൊ ഈ ചെരിഞ്ഞു കിടക്കുന്ന കേരളത്തിൽ എത്രയെത്ര മലയാളങ്ങളുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇപ്പൊ അത്ഭുതം കണ്ടാൽ ഞങ്ങൾ അത്ഭുതം. എനിക്ക് ഇന്ന് എന്താ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളാണ് എൻ്റെ അത്ഭുതം. ഓരോ ദിവസവും പുതിയ പുതിയ അത്ഭുതങ്ങളെ ഞാൻ അങ്ങനെ കാണുകയാണ്. അത്ഭുതം കണ്ടാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ അല്ല നമ്മളൊക്കെ പറയും അമ്മേ. നയഗ്ര വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ. ഹിമാലയത്തിന്റെ ഒരു അറ്റ കണ്ടപ്പോൾ ഞാൻ അമ്മേ. അപകടം പറ്റിയാലും പറയും അമ്മേ. ഇപ്പൊ പട്ടി കടിക്കണ കാല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് മാറ്റിയപ്പോ ഡോഗ്സ് ഓൺ കൺട്രിയിലായി.
തൃശ്ശൂർ നഗരത്തിലേക്ക് കാലത്ത് വലിയ സ്റ്റൈലിൽ ആൾക്കാർ നടന്നു പോകണാണ്, തിരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഓടിപ്പോണ. കാരണം പട്ടികൾ കടിക്കാൻ ഓടിച്ചിട്ടേ അത്രയധികം പട്ടികളാണ്. അപ്പൊ പാമ്പ് കടിക്കാൻ വന്നാലും പട്ടി കടിക്കാൻ വന്നാലും പശു കുത്താൻ വന്നാലും ഇതന്നെയാണ് നമ്മൾ പറയാ അമ്മേ. പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ വളരെ കുഴപ്പമുണ്ടാക്കുന്നു. എന്റെ വീടിനടുത്തൊരു കുട്ടി ഇതുപോലെ പട്ടി കടിക്കാൻ വന്നു. പട്ടികൾക്ക് നല്ല പേരുള്ള കാലമായതുകൊണ്ട് പട്ടികളെ പറ്റി ഒരു പട്ടിഭാഷണം തന്നെ വേണമെങ്കിൽ നടത്താം. ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ഗേറ്റ് കടന്ന് വന്ന വഴി ഒരു പട്ടി ചാടി ഉടനെ ഈ കുട്ടി പറഞ്ഞ അമ്മയെന്നല്ല, വാട്ട് ഈസ് ദാറ്റ് ഡോഗ്, ദാറ്റ് ഡോഗ് ഈസ് ഗോയിങ് ടു ബൈറ്റ് മീ. എന്തൊരു കഷ്ടപ്പെട്ടിട്ടാ ഇംഗ്ലീഷ് പറയണേന്ന് പറയാം, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പോ സ്വാഭാവികമായി വരുന്നതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കാലമാണിത്. അപ്പൊ ഞാൻ ഈ അത്ഭുതത്തെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാല്, അപകടത്തെ പറ്റിയും പറയാൻ കാരണം വെച്ചാല് അമ്മ എന്ന് നമ്മൾ പറയും അപ്പോഴൊക്കെ. പക്ഷെ തിരുവനന്തപുരത്തുകാരെ ഒന്നും പറയില്ല. തിരുവനന്തപുരത്ത് ചെന്നിട്ട് അവർ അത്ഭുതം കണ്ടാലും അപകടം പറ്റില്ല, അവർ അമ്മ എന്നല്ല പറയാ. എന്താ പറയാ അറിയോ? എന്നാണ് പറയാ. അമ്മയെന്ന് തന്നെയാണ് അർത്ഥം. തള്ളേ എന്തല്ലേ, തള്ള പൊളപ്പാൻ, തള്ളേ വാ, തള്ളേ എന്നാണ് പറയാ. നമുക്കൊരു കുട്ടികളെ വെച്ച് എന്താ വിളിക്കാം? ഒരു കുട്ടി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നു, ആ ജയരാജ് വരി ഇരിക്കുമോ, അയ്യോ നമസ്കാരം. എത്ര കുട്ടികളുണ്ട്? ഒന്നേ ഉള്ളൂ, വിളിക്കൂ മോളെ. അപ്പൊ ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് ആ നമസ്കാരം. എത്ര കുട്ടികളുണ്ട്? ഒന്നേ ഉള്ളൂ, വിളിക്കൂ മോനെ. ഒരു ആൺകുട്ടി വരും. തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. ഒരു വീട്ടിൽ ചെന്നിട്ട് എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒന്നേ ഉള്ളു, വിളിക്കണം മക്കളെ എന്ന് വിളിച്ച ഒരെണ്ണം വരും. ഞാൻ വിചാരിക്കുക കുന്നുംപുറത്ത് നെല്ലിക്കപ്പെട്ട കമ്മിറ്റിയെ പോലെ അതാണ് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത. അങ്ങനെ പറയല്ലോ, മക്കളെ എന്തരി ഡേ തരി എന്ന് പറയുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്താണ്. ആദ്യകാലത്ത് ചലച്ചിത്ര നടന്മാരും എല്ലാവരും അവിടെ നിന്നാണ്. 50കളിലൊക്കെ നായകൻ തിക്കുറിശി സാറാണ്. 50കളിലൊക്കെ കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെയാ വെച്ചാൽ ആണ് പെണ്ണിനെ, അതായത് ഭാര്യ ഭർത്താവിനെയോ കാമുകനെയോ ഒക്കെ ഒന്നും വിളിച്ചിരുന്നില്ല. ഭാര്യ ഭർത്താവിനെയൊക്കെ ഡേ നോക്കൂ നേ ഇവിടെ അങ്ങ് ഭവാൻ അങ്ങനെയായിരുന്നു. 60കളിലും 70കളിലാണ് ചേട്ടാവിളി തുടങ്ങിയത്. ചേട്ടൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ വിളിക്കുക. ഷീലയൊക്കെ എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ആ മുഖം കാണുമ്പോൾ അയ്യോ അന്ന് വേലിക്കടുത്ത് നിന്നുകൊണ്ട് എന്തിനാണ് വെറുതെ ഒന്ന് പോ ചേട്ടാ എന്ന് വിളി തുടങ്ങി. 80കളൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഇങ്ങനെ ഉയർന്നു പോയപ്പോ ഒരു ചെറിയൊരു ഈഗോ ക്ലാഷ് വരാണ്ടിരിക്കാൻ ഭാര്യ മൃത്തവും അങ്ങോട്ടും കൊണ്ട് പേര് വിളിക്കാൻ തുടങ്ങി. എഞ്ചിനീയർ ഡോക്ടറെ കല്യാണം കഴിക്കുക, ഡോക്ടർ കളക്ടറെ കല്യാണം കഴിക്കുക, കളക്ടർ വക്കീലിനെ കെട്ടുക. അങ്ങനെയൊക്കെ വന്നപ്പോ ശോഭേ എന്ന് വിളിക്കുന്നതൊക്കെ ഗോപാല ശോഭേ, നാരായണ, ലക്ഷ്മി എന്നായി വിളി. ഇന്നിപ്പോ അതൊക്കെ പോയിട്ട് എടാ പോടാന്നുള്ള അവസ്ഥയായി. ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ട് ആടാ പ്ലീസ് ഡാ, എന്താടാ, ഐ ലവ് യു ഡാ, ഐ മിസ് യു ഡാ, പ്ലീസ് ഡാ, ചാറ്റ് ചെയ്യടാ, ചാർജ് ചെയ്യടാ, ഡാ. ഇപ്പൊ എങ്ങനെയാണ്? കഷ്ടകാലത്തിന് അച്ഛനെയും വിളിക്കുന്നതാ. ആൺകുട്ടിയെ നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു ഡാ എന്ന് വിളിച്ചു. പെൺകുട്ടിയെ നോക്കിയിട്ട് ഡി എന്ന് വിളിച്ചു. അവർ രണ്ടുകൂടി തിരിച്ച് അച്ഛനെ ഡാ ഡി എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെയായി കാലം. അപ്പോ ഞാൻ പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്ത് ഏകദേശം തൃശ്ശൂർ വരെയൊക്കെ പോകാൻ തോന്നുന്നു. 25 മിനിറ്റ് അല്ലേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യകാലത്ത് നടന്മാരൊക്കെ. നടന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുൻപേ പോയ കുറെ ആൾക്കാരുണ്ട്. അത് അതിസുന്ദരിമാരായ നായികമാരെ നോക്കിക്കൊണ്ട് പണ്ടത്തെ നായികമാരെ കാണണം, എന്തായിരുന്നു അല്ലേ? ഇവിടുന്ന് ആ വിളക്കിന്റെ അവിടേക്ക് പോകാൻ 3 ദിവസം വേണം. അതായത് ഇങ്ങനെ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ നായികമാര് തല്ലാൻ വരണ മാതിരി അവര്. പണ്ട് ഇങ്ങനെ ഇറങ്ങി ഇന്നത്തെ നായികമാരെ വരവേ നമ്മളെ നോക്കിട്ട് അല്ലെ, അതാണ്. അപ്പൊ പണ്ടത്തെ നായിക നടന്നു പോകുമ്പോ, സുന്ദരിയായ നായിക നടന്നു പോകുമ്പോ പ്രണയനായകൻ പാടിയത് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചു. അത് ശാരദ നടന്നു പോകുമ്പോ. വേറെ നായികമാരൊക്കെ നടന്നു പോവുകയാണെങ്കിൽ അവരുടെ നടപ്പ് കണ്ടിട്ട് തന്നെ അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമായി നിൽക്കും. വേറൊരു നായിക നടന്നു പോകുമ്പോഴാണ് ആ നായികയുടെ നടപ്പ് കണ്ടിട്ട് അവൾ നടന്നാൽ ഭൂമി തരിക്കും ആ കുളിരിൽ
പൂക്കൾ വിടരും അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു മുള്ളും തൂമുല്ലയാകും ആ നവമാലികകൾ വാരിയണിയാൻ ആരാമമാകും. ഒരു സുന്ദരി നടന്നു പോകുമ്പോഴത്തെ പാട്ടുകളായിരുന്നു ഇതൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പണ്ട് സുന്ദരി നടന്നു പോകുമ്പോൾ മുള്ളു മുല്ലയാവും ജീവിതം പൂന്തോട്ടമാകും എന്നൊക്കെയാണ്. ഇപ്പൊ നായകൻ നടന്നു പോകുമ്പോൾ നായകൻ കോഴിയിറച്ചിയുടെ പാട്ടാ പാടുന്നു. കേരളത്തിലെ ആളുകളെ പോലെ കോഴിയിറച്ചി മാത്രം തന്നെ ഇഷ്ടമുള്ള ഒരു ജനവിഭാഗം ലോകത്ത് എവിടെയില്ല. പ്രസവിച്ച് വീണ കുഞ്ഞു ചോദിക്കുന്നത് എന്റെ ചിക്കൻ എവിടെ? ഇതിപ്പൊ ജനിച്ചിട്ടുള്ളൂ ചിക്കൻ. പിന്നെ ചോദിക്കുന്നത് എന്റെ മൊബൈൽ എവിടെയെന്നാണ്. ഇനി ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുന്നവരൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവുക. ഗർഭാവസ്ഥയിൽ തന്നെ ഫോണോടുകൂടി ജനനം, അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ. അപ്പൊ ഈ എന്താ കോഴിത്തീറ്റ എന്ന് എന്റെ പൊന്നെ. കോഴികൾ ഒരു ഈ അടുത്ത കാലത്ത് എനിക്കൊരു മെസ്സേജ് തന്ന, കോഴികൾ എല്ലാവരും കൂടി, കോഴിക്കവിതകൾ ധാരാളം മലയാളത്തിൽ അറിയാമല്ലോ, എല്ലാ മക്കളും എല്ലാ കോഴിമക്കളും കൂടിയിട്ട് അമ്മോട് ചോദിച്ചു, എന്താ അമ്മേ നമുക്ക് മാത്രം മനുഷ്യരെ പോലെ പേരിടാത്തത്? ജയരാജ് എന്നോ ശശി എന്നോ ഗോപാലനെന്നോ എന്താ പറയുക ബെന്നി എന്നോ ഡേവിസ് എന്നോ സുനിൽ എന്നോ ഒന്നും പേരിടാത്തത്, കണ്ണനെന്നോ എന്താ നമുക്ക് പേരിടാത്തതെന്ന് ചോദിച്ചപ്പോ തള്ളക്കോഴി പറഞ്ഞു കൊടുത്തു, മക്കളെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴല്ല പേര്, മരിച്ചാലാണ്. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ബട്ടർ ചിക്കൻ, നരകക്കോഴി, അതാണ് ഇപ്പോഴത്തെ കാലം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴിക്കും പേര്. അതിനങ്ങടെ ഇറച്ചി അങ്ങോട്ട് വേവിച്ചിട്ട് മാറും നഖവും പല്ലും കടിച്ചു വലിക്കും നമ്മൾ. അല്ല, ഞാനിത് പറയാൻ കാരണം വെച്ചാലേ കോഴിയുടെ വള്ളി ഇങ്ങോട്ട് എടുത്ത് മാറ്റിയ പിന്നെ രാഷ്ട്രീയക്കാരെ സാധനമായി കോഴ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസം. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ പോകാറില്ല. എന്താ കാരണം വെച്ചാൽ ആ നിയമസഭയിലെ തല്ല് നടന്നതിന് ശേഷം സത്യം പറയാലോ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ തോന്നുന്നില്ല. എന്തായിരുന്നു അവിടെ അല്ലേ? അത്രയും ഗംഭീരമായൊരു പ്രകടനം ഈ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കോഴ എന്ന് പറയുമ്പോ ഒരു മന്ത്രി പറഞ്ഞു, എന്റെ ഈ കഴിഞ്ഞ 50 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരാളിൽ 1 രൂപ പോലും ഞാൻ കോഴ വാങ്ങിച്ചിട്ടില്ല. സത്യം പറയാം, എനിക്കറിയാൻ പറ്റില്ല, പറ്റത്തില്ല, അവരൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരാ. അയ്യോ, തിരുവനന്തപുരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരെ പറ്റി പറയാണ്ട് എനിക്ക്. നമ്മുടെ മുഖ്യമന്ത്രി ഇല്ലേ, വെറുതെ ഇങ്ങനെ ഇരുന്നോടത്തുനിന്ന് എണീറ്റ് പോവാന്നിരിക്കുക വേണ്ട. അദ്ദേഹത്തിന് അടുത്ത് വെറുതെ നമ്മളിങ്ങനെ നിന്നാ മതി, നമ്മുടെ ഒരു ശ്വാസം അങ്ങ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ വെറുതെ തൊട്ടാൽ ഉടനെ അദ്ദേഹം പറയും, ഈ ഗവൺമെന്റ് ഒരിക്കലും ഒരിക്കലും നടക്കത്തില്ല, പറ്റത്തില്ല. അത് നിങ്ങളെങ്ങനെയൊക്കെ അല്ല, പറ്റത്തില്ല, നടക്കത്തില്ല, മുഖ്യമന്ത്രി പറയും. ഈ മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെ പറ്റി പറയണം. ഇത് പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രശ്നമാവും.